ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ RBLന്റെ ബജാജ് RBL ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കാൻ നിൻ്റെ ആപ്പിൽ. അതായത് ഇപ്പോൾ ഇഷ്ടം പോലെ അവരുടെ പേഴ്സണൽ ലോൺ ഓഫർ, അതായത് പേഴ്സണൽ ലോൺ ഓഫർ ഓൺ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു 5-8 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ ഇപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്ത് വിടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ലോൺ, പേഴ്സണൽ ലോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടി തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ഈസി ആയിട്ട് തന്നെ കിട്ടും. ഒരു ഡോക്യുമെൻ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് വരും. ഒരു വെരിഫിക്കേഷനോ സംഭവം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ പ്രീ അപ്രൂവൽ ഓഫർ ആയതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് ആണ് സംഭവം വരിക. പക്ഷേ ഇത് ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്നല്ല നമുക്ക് ഈ എമൗണ്ട് വരിക, ഇത് സെപ്പറേറ്റ് ലോൺ ഓഫർ ആയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ സംഭവം ഇൻട്രസ്റ്റ് സംഭവങ്ങളൊക്കെ കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നത് 20% ഒക്കെ ഇൻട്രസ്റ്റ് സംഭവങ്ങളൊക്കെ വരുന്നതായിരിക്കും. പ്രോസസ്സിംഗ് ചാർജും വരും, ഒരു 1%-2% പ്രോസസ്സിംഗ് ചാർജ് വരും. ഞാൻ അത് കാണിച്ചില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് റിജക്ട് ചെയ്തു. ഞാൻ എടുക്കാറില്ല ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഒന്നും എടുക്കാറില്ല ക്രെഡിറ്റ് കാർഡ്സിൽ. അപ്പോൾ നിങ്ങളുടെ അത് ഒന്നെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ വാട്സപ്പിലായിട്ട് മെസ്സേജ് സംഭവമായിട്ട് വരും. ഞാൻ വാട്സപ്പിൽ വന്നത് കാണിച്ചു തരാം. ഇതിങ്ങനെ വരിക കണ്ടോ, ലിമിറ്റഡ് പീരീഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ഇതൊന്നും കുറയ്ക്കട്ടെ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് മെസ്സേജ് വരിക. യു ഹാവ് എ പ്രീ അപ്രൂവൽ ലോൺ ഫെസിലിറ്റി അപ് ടു 1,71,000 ബജാജ് RBI ക്രെഡിറ്റ് കാർഡുമായിട്ട് വന്നിട്ടുണ്ട്. അപ്ലൈ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് വന്നില്ല വിചാരിക്കുക, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ RBLന്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ RBLന്റെ മൈ കാർഡ്സ് എന്ന് പറഞ്ഞ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സൈഡ് ഉണ്ട്. എക്സ്ക്ലൂസീവ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സൈഡ് ഉണ്ട് കണ്ടോ. ഈ രണ്ടാമത്തെ ഡോക്ക് കണ്ടോ, അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടു പ്രീ അപ്രൂവൽ ആയിട്ട് ഗസ്റ്റ് ഇൻസ്റ്റന്റ് ക്യാഷ് എന്നൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ അൺലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇനി ഇത് വർക്കാവില്ല. നമുക്ക് 36 മാസം വരെ മാക്സിമം നമുക്ക് ലോൺ ഓഫർ കിട്ടുന്നുണ്ട്, 1,70,75,000 വരെ. പക്ഷേ പ്രോസസ്സിംഗ് ചാർജൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചുമ്മാ വേണമെന്ന് കാണിച്ചു തരാം. പ്രോസസ്സിംഗ് ചാർജൊക്കെ എത്ര വരുന്നുണ്ടെന്ന്. ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഇയർ 21% ആണ് വരുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ചാർജ് വരുന്നുണ്ട് 3%, 4% പ്രോസസ്സിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഒരു സംഭവം. പക്ഷേ പെട്ടെന്ന് ലോൺ ഒരു സംഭവമോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അല്ലാണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ലോൺ ഓഫർ കിട്ടും. അപ്പോൾ നിങ്ങളൊരു ബജാജ് RBL ക്രെഡിറ്റ് കാർഡ് എടുത്ത് വയ്ക്കുന്ന ഇങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ന് വെച്ചാൽ ബജാജ് RBL കാർഡിനാണ് ഇത് ബജാജ് ഫിൻസർവ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പേഴ്സണൽ ലോൺ ഓഫർ ഇഷ്ടം പോലെ വരും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് തന്നെ ഒരു 8, 9, 10 കുറേ വട്ടായി വരുന്നു. ഒരു വിളിക്കുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ടും വരും. അപ്പോൾ ഈ കാർഡിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ന് വെച്ചാൽ കുറേ പേര് ബജാജ് RBL കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ എൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രെഡിറ്റ് കാർഡാണ് ബജാജ് RBL കാർഡ്. കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് സെപ്പറേറ്റ് ചാർജസ് സംഭവമൊന്നുമില്ല. ഇവർ കുറേ എണ്ണം വിളിച്ച് പറയും നമുക്ക് ഇന്ന കാർഡ് എടുത്താൽ മതി, ഹൈ എൻഡ് കാർഡ് എടുത്താൽ മതി, 2,000 രൂപ 3,000 കാർഡൊക്കെ എടുത്തത് നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറയാം. നമുക്ക് ബേസിക് കാർഡ് മതി, 499 രൂപയുടെ ബേസിക് വാല്യൂ ലീഫ് അങ്ങനെ സംഭവമുണ്ട്, വാല്യൂ പ്ലസ് അങ്ങനെ ഒരു കാർഡുണ്ട്. ഇത് മതി എന്ന് പറയാം. മറ്റേ ഒന്നും വേണ്ട, അപ്ഗ്രഡേഷനും വേണ്ട, ഇൻഷുറൻസും വേണ്ട, ഒന്നും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിളിക്കുന്നതൊക്കെ ഒരു റെക്കോർഡാണ്. അപ്പോൾ നമ്മൾ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സാധനം എടുത്ത് കാണിച്ചു തരും, പ്രൂഫ് ഉണ്ട് അവരുടെ. അപ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് പറയാം. നമുക്ക് ബേസിക് കാർഡ് 1,000 രൂപയുടെ കാർഡ് മതി, ഒരു അപ്ഗ്രഡേഷൻ വേണ്ട, ഒന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് തരണമെന്ന് പറയാം. അപ്പോൾ അവർ എന്തായാലും ഈ കാർഡെങ്കിലും തരും. എന്ന് വെച്ചാൽ അവർക്ക് ഇത് സെല്ലിനനുസരിച്ച് കമ്മീഷൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഹൈ എൻഡ് കാർഡ് എടുപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് മറക്കണ്ട, അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് 400 രൂപയുടെ കാർഡാണെന്ന് ഇതും പറയാം. ആ കാർഡ് അതിലേക്ക് നോർമലായിട്ട് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സിബിൽ സ്കോറും കൂടും, അത്യാവശ്യം ലിമിറ്റും കിട്ടും. എന്തെങ്കിലും ഇപ്പോൾ EMI പർപ്പസ് എല്ലായിടത്തും നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് പോലെ ഉപയോഗിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ RBL ബാങ്കിൻ്റെ നോർമൽ ക്രെഡിറ്റ് കാർഡാണ് അത്. അപ്പോൾ RBL ബാങ്കിൻ്റെ ഓഫർ വരുമ്പോൾ നമുക്ക് ആമസോണിലൊക്കെ ഓഫർ വരുമ്പോൾ അതും നമുക്ക് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. പക്ഷേ ഫുള്ളി നെഗറ്റീവ് പറയണമെന്നില്ല. എനിക്ക് ഇതുവരായിട്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡും ഒരു പ്രശ്നമില്ല. അല്ലാണ്ട് ഹിഡൻ ചാർജസോ സംഭവമൊന്നും വേറെ എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഇത് പെടുന്നത് നിങ്ങൾ അവർ വിളിച്ച് പറയും, നമ്മൾ ആന്ന് പറയും, ഒന്നും നോക്കാണ്ട്. അപ്പോഴാണ് നിങ്ങൾ പെടുന്നത്. അല്ലാണ്ട് അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് ശരിക്കും. അവർ പറയുന്നത് എന്താ, നമ്മളെ കൊണ്ട് അവർ സെല്ലിപ്പിക്കാനാണ് അവരുടെ പരിപാടി. അവർ ഏജൻസിക്കാരൊക്കെ വിളിക്കുക, അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അവർ ഇത് എടുത്താൽ മതി, അത് എടുത്താൽ മതി, ഫ്രീ ആണെന്നൊക്കെ പറയും. ഒന്നും വേണ്ട, ബേസിക് കാർഡ് മതി എന്ന് പറയാം. 400 രൂപയുടെ കാർഡുണ്ട്. ഇവർക്ക് 499 തൊട്ട് 5,000 രൂപയുടെ വരെ കാർഡുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ 3,000 രൂപയുടെ കാർഡൊക്കെ ഓക്കെ കിട്ടിയെന്നൊക്കെ പറയാം. അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറയാം നമുക്ക് 3,000 കാർഡൊന്നും വേണ്ട, നമുക്ക് 499 രൂപയുടെ കാർഡ് ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയാം. അവർ സാധാ കാർഡ് തരുന്നത് വെച്ചാൽ അവർ അത് സെല്ല് ചെയ്യാനായിരിക്കുന്നത്. അവർക്ക് ഇത് സെല്ല് ചെയ്താലേ കമ്മീഷൻ കിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് ബാങ്കുകാരെന്നല്ല വിളിക്കുന്നത്, ഏജൻസിക്കാരെ വിളിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവർ RBL ബാങ്കൊക്കെ ഇത് കുറേ ഏജൻസികൾ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വിളിച്ചിട്ട് കുറേ എന്താ പറയുക കോൾ സെൻ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഈ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം 3,000 രൂപയുടെ കാർഡ് അവർ പറയും, ഇപ്പോൾ 3,000 രൂപയുടെ കാർഡ് എടുത്താലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വേണ്ട, നമുക്ക് കാർഡ് വേണമെന്ന് പറയാം. അപ്പോൾ അവർ നോർമലി ഒരു 99% അവർ സാധാ കാർഡിലേക്ക് ആക്കി തരും. അത് മറക്കണ്ട കേട്ടോ. അപ്പോൾ 3,000 രൂപയുടെ കാർഡ് എടുത്തിട്ട് എടുക്കാനുള്ള കാർഡൊന്നും ഇല്ല. അത്രയ്ക്കും എന്താ പറയുക
ബെനിഫിറ്റോ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ 3000 രൂപ കാർഡ് എടുത്താലും 490 രൂപ എടുത്താലും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവരുടെ റിവാർഡ് പോയിന്റും കൂതറയാണ്, റിവാർഡ് റിഡംഷൻ ചെയ്യാൻ പോയി അതിനായിട്ടും വലിയ കൂതറയാണ്, എല്ലാത്തിനും പണ്ടാറ ചാർജാണ്. അപ്പോൾ നോർമൽ ഒരു ബേസിക് കാർഡായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ അതും ഫസ്റ്റ് കാർഡായിട്ട് കിട്ടുന്ന കാർഡാണ് ഒരു സാധനം. അപ്പോൾ അങ്ങനത്തെ നിങ്ങളിത് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി കാർഡുകൾ കിട്ടാൻ സുഖമാണ്. അതാണ് വേറൊരു ഗുണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും, കാർഡ് ടു കാർഡൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ വിളിക്കുമ്പോൾ ഈ സാധനം പറയാം, ബേസിക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കാർഡ് വേണ്ട, കറക്റ്റ് ക്ലിയർ ആയിട്ട് പറയാം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ അത് ആ വരുന്ന കോളുകളൊക്കെ റെക്കോർഡറായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ കാർഡ് സെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് നല്ല പണി കിട്ടും. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതിയിട്ടാണ്. അപ്പോൾ RBL ബജാജ് കാർഡ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ താഴെ നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നോർമലി അപ്ലൈ ചെയ്യാനായിട്ട് ഈസിയായിട്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മുടെ റെഫറൽ ലിങ്ക് ആണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.